വിളിക്കാം. പൊക്കോളൂ. ഓ MG സോമൻ സാറാണോ? മിസ്റ്റർ വിജു പ്രതാപ്. വിധു പ്രതാപ്. മിസ്റ്റർ വിധു പ്രതാപ്. ആ സർ. കൺഗ്രാജുലേഷൻസ്. എന്താ സർ? ഒരാളെ ജീവിതത്തിലേക്ക് നിങ്ങൾ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് നിങ്ങളുടെ ഒറ്റ പാട്ടോട് കൂടി. പാട്ടോട് കൂടി ഒരാളെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടു അങ്ങനെയൊക്കെ നടക്കുമോ ചേട്ടാ? പാടി മഴ പെയ്പ്പിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. അതെ. പക്ഷെ ആദ്യമായിട്ടാണ് പാടി ഒരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. ജീവിതത്തിലേക്ക് അങ്ങനെയുണ്ടോ? അല്ല, ആക്ച്വലി പണ്ടൊരു സംഭവം നടന്നിട്ടുണ്ട്. എന്റെ ഒരു കൂട്ടുകാരൻ, അവരുടെ പേര് വിനീത് എന്നാണ് പേര്. വിനീത് രംഭ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ തിരിച്ച് ജീവിതത്തിലേക്ക് കുറെ വർഷങ്ങൾക്ക് ബാക്കാണ്, കുറെ വർഷങ്ങൾക്ക് മുമ്പ്. എന്തൊരു സംബന്ധമായിരുന്നു? അത് അങ്ങനെയാണ്. ആ സിനിമയുടെ പേര് സർഗം. നിങ്ങൾ സിനിമാ കഥ പറ, ഇത് ശ്രദ്ധിക്കൂ. ഞാൻ ഇതുമായിട്ട് വന്നിരിക്കുവല്ലേ ഇവിടെ. എന്റെ പേര് ഡോക്ടർ ഫിലാ ഗുണ. ഒരു ഗുണവുമില്ല, പക്ഷെ എന്റെ പേഷ്യന്റിനെയാണ് നിങ്ങൾ റെഡിയാക്കി തന്നിരിക്കുന്നത്. വളരെ സന്തോഷം ഉണ്ട് ആ കാര്യത്തില്. സംഭവം എന്ന് പറഞ്ഞാൽ 6 മാസമായിട്ട് ഈ കുട്ടി ഇങ്ങനെ കോമാ സ്റ്റേജിൽ നിൽക്കുമ്പോ വിധുവിന്റെ പാട്ട് കേട്ടപ്പോഴാണ് തലയനക്കിയത്. മെഡിക്കൽ മിറാക്കിൾ. അല്ല, എന്റെ പാട്ട് ഉറപ്പാണോ ഡോക്ടർ? ഉറപ്പാണ്. ദാസേട്ടന്റെ പാട്ടിട്ട് കേൾപ്പിച്ചു നോക്കി, MG ശ്രീകുമാറിന്റെ പാട്ടിട്ട് കേൾപ്പിച്ചു, എല്ലാ പാട്ടുകളും ഇട്ട് കേൾപ്പിച്ചു നോക്കി. പക്ഷെ വിധുവിന്റെ പാട്ട് ഇട്ടപ്പോഴാണ് തല ഇങ്ങനെ. അത് ഏത് പാട്ടാ? അത് ഏത് പാട്ടാണെന്ന് ഫുള്ള് കേൾക്കാൻ പറ്റില്ല. അപ്പോഴേ കറണ്ട് പോയി, അല്ലെങ്കിൽ ആള് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നേനെ. അല്ല, ഇതിപ്പോ പുള്ളിക്കാരി കോമ സ്റ്റേജിൽ എങ്ങനെയായി? കോമ സ്റ്റേജിൽ ആകാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു അസുഖമായിട്ട് എന്റെ ക്ലിനിക്കിൽ വന്നാണ്. അപ്പൊ ഞാൻ ഈ ഗാനഭൂഷണൊക്കെ പാസ്സായിട്ടുള്ള ആളായത് കൊണ്ട് ഞാൻ ഒരു കുസൃതിക്ക് വേണ്ടി ഒരു പാട്ട് പാടിയതാണ്. ആ പാട്ടിലാണ് ഇദ്ദേഹം കോമ സ്റ്റേജിൽ ആവുന്നത്. ആ കുസൃതിയാണ് ഇങ്ങനെ കിടക്കുന്നത്. അതാണ് മെഡിക്കൽ മിറാക്കിൾ. ഇനി വിധുവിന്റെ പാട്ട് കേട്ടിട്ട് വേണം ഇവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. പക്ഷെ സാർ, അത് ഏത് പാട്ടാന്ന് അറിയാം. 2 പാട്ട് പാടി. സാറിന് എന്തെങ്കിലും ക്ലൂ വല്ലതും ഉണ്ടോ സാർ? അട്ടക്കടി, അട്ടക്കടി, ഒട്ടക്കുളം. വാളെടുത്താലാണ് സാർ വാളെടുത്താൽ. ഉറപ്പാണോ? ഉറപ്പതാണെന്നാണ് എന്റെ ഒരു സംശയം. ആണോ? ജിൽ പാട്ടല്ലേ, സോഫ്റ്റ് സോങ് വല്ലതായിരിക്കോ? എനിക്കറിയില്ല. പക്ഷെ ഡോക്ടർ അത്രയും ഉറപ്പ് പറഞ്ഞ എന്തെങ്കിലും 2 വരി പാടൂ. എന്നാ പാടി നോക്ക്. എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിച്ചാലോ. അതെ അതെ. വാളെടുത്താൽ അങ്കക്കലി, വേലെടുത്താൽ ചിങ്കപ്പുലി, കാൽപ്പണത്തിന് കാവലല്ലോ ജോലി. കുറുമ്പ് വന്നാൽ കറുമ്പലി, കുഴച്ചരച്ചാൽ കൊത്തമല്ലി, കുഴിക്കുഴിക്ക കുളത്തിലെ കോലി. മടയന്റെ മകളെ, ഒടിയന്റെ കരളെ, ഉടയവൻ ഇവനോടിനി ഉരിയാടരുതേ. പുല്ലു തിന്നു പല്ലു പോയൊരു പുലിയാണു തിന്നകം അന്നക്കടി നെറ്റിപ്പട്ടം അടുക്കല്ലിൽ അരച്ചു നിന്നെ ദോഷിച്ചുകൊള്ളാം. പൊട്ടക്കുള്ളം ആനക്കടി നെറ്റിപ്പട്ടം അടുക്കല്ലിൽ അരച്ചു നിന്നെ ദോഷിച്ചുകൊള്ളാം. ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. 6 മാസമായിട്ട് നിങ്ങൾ കോമയിലായിരുന്നു. ഞാനൊന്ന് നടന്നൊക്കെ നോക്ക്. ഒരു കുഴപ്പമില്ല. ഞാനല്ല നിങ്ങളെ രക്ഷിച്ചത്. വിധു പ്രതാപാണ് നിങ്ങളെ രക്ഷിച്ചത്. അദ്ദേഹത്തിന്റെ പാട്ട് കേട്ടാണ് നിങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത്. ഞങ്ങളെല്ലാം സാക്ഷികളാണ് കേട്ടോ. ഞാൻ ഈ കുട്ടിയെല്ലാം സാക്ഷികളാണ്. ഇദ്ദേഹത്തിന്റെ വാളെടുത്താൽ പറഞ്ഞ പാട്ട് കേട്ടപ്പോൾ താങ്കൾ എണീറ്റു. ദൈവം, എനിക്ക് എന്തൊരു ഇഷ്ടമെന്നറിയോ വിധുവിനെ. താങ്ക് യു. എന്തിനാ ഡോക്ടറെ 6 മാസം എന്റെ കളഞ്ഞത്? 6 മാസം ഞാൻ ഈ വീൽ ചെയറിൽ ഇരിക്കുമല്ലായിരുന്ന. ആദ്യത്തെ മാസം തന്നെ വിധുവിനെ എന്നെ കൊണ്ടൊന്ന് കാണിച്ചു പോരായിരുന്നു. എന്റെ അസുഖം മാറിയേനല്ലോ. എനിക്കറിയാം നിന്റെ അസുഖം വിധുവിനെ കാണാൻ വേണ്ടി. കണ്ടോ? വിധുവിനെ കണ്ടില്ലേ? അസുഖം മാറിയില്ലേ? മാറി. സന്തോഷമായില്ലേ? അതെ, സോമൻ സാർ മാറിപ്പോയോ? എക്സൈറ്റ്മെന്റിൽ അവിടെ അസുഖം മാറി. പിന്നെ സോമൻ മാറുന്നില്ല. അസുഖം മാറുന്നതിന് വരെ ഉള്ളൂ സോമൻ. എന്തായാലും ചേച്ചി കൺഗ്രാജുലേഷൻ. തിരിച്ചു കിട്ടിയല്ലേ ചേച്ചിക്ക്, ചേച്ചിയുടെ ലൈഫ് സന്തോഷമായില്ലേ? ഒരുപാട് സന്തോഷമുണ്ട്. ഒരു ആളുടെ ജീവിതത്തിലേക്ക് ആദ്യമായിട്ടായിരിക്കും ഒരാളുടെ ജീവിതം രക്ഷപ്പെടുത്തി കൊടുക്കുന്നത്. അതെ, സാധാരണ തകർക്കാറേ. അതെ, വേറൊരു കാര്യം കൂടെ ഉണ്ട്. പിന്നെ 6 മാസമായിട്ട് എത്ര രൂപ എന്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് വാങ്ങിച്ചിട്ടുണ്ട്? 10 ലക്ഷം രൂപയോളം മേടിച്ചിട്ടുണ്ട്. 10 ലക്ഷം രൂപ എന്നെ ചികിത്സിക്കാൻ വേണ്ടിട്ട് ഡോക്ടർ വാങ്ങിച്ചിട്ടുണ്ട്. എന്റെ 10 ലക്ഷം രൂപ എനിക്ക് ഇപ്പൊ കിട്ടണം. തരാൻ പറ്റത്തില്ല. തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? നിങ്ങളല്ലല്ലോ എന്റെ അസുഖം മാറ്റിയത്. ട്രീറ്റ്മെന്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ട്രീറ്റ്മെന്റ്. എന്നെ അസുഖം മാറ്റിയത് വിധുവാണ്. ശരിയാണ്. എന്റെ ഹോസ്പിറ്റലിൽ വന്ന് എത്ര ദിവസം നിങ്ങൾ ഇവിടെ കിടന്നിട്ടുണ്ട്. നിങ്ങൾ വലിയ വർത്തമാനമൊന്നും പറയണ്ട. നിങ്ങൾ എനിക്ക് 10 ലക്ഷം രൂപ തിരിച്ചു തന്നേ പറ്റത്തുള്ളൂ. ഞാൻ പാട്ട് പാടിയാണ് നിങ്ങളെ ഈ കോമയിലാക്കി. അത് നിങ്ങൾ മറക്കരുത്. വീണ്ടും എനിക്ക് നിങ്ങളെ കോമയിലാക്കാൻ പറ്റും. എങ്ങനെ പറ്റും? മധുമൊഴിരാതെ നിന്നെ തേടി ഒന്ന് സപ്പോർട്ട് ചെയ്യും മാറ്റേ.
അപ്പോഴേ ഇനി ഇത് പാടിയാ വീണ്ടും ഒക്കെ ബോധം തെളിയും. ബോധം തെളിയുന്നതിന് ഞാൻ കൊണ്ടുപോവാ. അതിന് ബാക്കി പാടി പൊക്കോ. അയ്യേ